ഇത് മാസ് മോട്ടോഴ്സ് എന്നാണ് നമ്മുടെ ഹീറോയുടെ ഗ്ലാമർ വണ്ടി. അതിൻ്റെ വയറിംഗ് കിറ്റ് കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ വയറിംഗ് കിറ്റ് മാറ്റാൻ വേണ്ടി അയച്ചാണ്. അപ്പോൾ വയറിംഗ് കിറ്റ് ഫുൾ സെറ്റ് നമ്മൾ മാറ്റിയിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വയറിംഗ് കിറ്റിൻ്റെ ഈ ഭാഗം വയറിംഗ് കിറ്റ് ശരിക്കും എക്സ്റ്റൻഷൻ ചെയ്തിട്ട് അതുമിട്ട് കുറേ പണിതാർന്നാണോ പഴയ വയറിംഗ് കിറ്റ്. ഇപ്പോൾ നമ്മളത് മാറ്റി പുതിയത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ വയറിംഗ് കിറ്റ് സെറ്റ് ആണ് കേട്ടോ, ഫുൾ സെറ്റ്. അത് നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് അഴിക്കണം. കാരണം എൻ്റെ ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോകണമായതുകൊണ്ട് ഫുള്ളായിട്ട് നമുക്ക് അഴിച്ച് മാറ്റേണ്ടതായിട്ടുണ്ട്. പിന്നെ അത് കൂടാണ്ട് നമുക്ക് സെൽഫിൻ്റെ റിലേയുടെ ഭാഗത്തും ചെറിയൊരു ലൂസ് കോൺടാക്റ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് അതും കൂടി മാറ്റിയിട്ടുണ്ട് കേട്ടോ. റിലേ എന്ന് പറയുന്നത് ഈ യൂണിറ്റ് മെയിനായിട്ട് ബാറ്ററിയിൽ നിന്ന് ലൈൻ ഇവിടെ വന്നിട്ടാണ് ഇവിടെ നിന്ന് വയറിംഗ് കിറ്റിലേക്ക് സപ്ലൈ കയറാം. അപ്പോൾ ആ ഫംഗ്ഷൻ കറക്റ്റ് അല്ലെങ്കിലും ഈ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ പ്രോബ്ലംസായിട്ട് കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ രണ്ടായിട്ട് നമുക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിലവിൽ നമ്മൾ മാറ്റിയേക്കണ വയറിംഗ് കിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതാണ് പഴയ വയറിംഗ് കിറ്റ്. വയറിംഗ് കിറ്റിൻ്റെ റേറ്റ് വരാതെ 1770 രൂപ നമുക്ക് അതിൻ്റെ കോസ്റ്റ് വരാം. 1770 രൂപയാണ് വയറിംഗ് കിറ്റിൻ്റെ റേറ്റ് വരാം. നമുക്ക് സെൽഫിൻ്റെ റിലേ യൂണിറ്റ് വരുമ്പോഴത്തേക്കും നമുക്ക് വരുന്നത് 280 രൂപയാണ് നമുക്ക് അതിൻ്റെ കോസ്റ്റ് വരുന്നത് കേട്ടോ. പിന്നെ നിലവിൽ നമുക്ക് അതിൻ്റെ ബാക്ക് ഇൻഡിക്കേറ്ററിൻ്റെ ഭാഗമൊക്കെ പൊട്ടിയൊക്കെ നിൽക്കുന്നുണ്ട്, ഇൻഡിക്കേറ്ററൊക്കെ ഒടിഞ്ഞ് കിടക്കുന്നുണ്ട്. അത് റെഡി ആക്കണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് പറയണം കേട്ടോ. കാരണം വയറിംഗ് കിറ്റുമായി ബന്ധപ്പെട്ട കംപ്ലൈൻറ്റാണ് മെയിനായിട്ട് പറഞ്ഞത്. അപ്പോൾ അത് മാത്രമാണ് ഇപ്പോൾ നമ്മൾ ചെയ്തേക്കണേ. അപ്പോൾ ഇതെന്തൊക്കെ ചെയ്യണം, ഇത് മാറ്റാനാണ് പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇത് ഇരിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റാണ്. അതുകൊണ്ട് തന്നെയാണ് നിൽക്കാത്തതും. കാരണം കമ്പനിയായിട്ട് മേടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ അങ്ങനെ പെട്ടെന്നൊന്നും ഡാമേജ് വരാറില്ല. ഇതും ഇരിക്കുന്നത് ഇപ്പോൾ ഈ സൈഡ് ഇരിക്കുന്നതും ഡ്യൂപ്ലിക്കേറ്റ് തന്നെയാണ്. പക്ഷേ ഈ ഇരിക്കണ ഒറിജിനലാണ്. ആ ഫ്രണ്ടിൽ തന്നെ രണ്ടെണ്ണം ഇരിക്കുന്നത് കമ്പനി ഇൻഡിക്കേറ്റർ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ മാറ്റിയിടാണെങ്കിൽ അതാണ് കുറച്ചുകൂടി സേഫ്. പിന്നെ ഇൻഡിക്കേറ്റർ ഫ്ലാഷ് ആവണില്ല, അത് ഫ്ലാഷ് യൂണിറ്റ് കംപ്ലൈൻറ്റ് ഉണ്ട്. ബസർ വെക്കണമെന്നുണ്ടെങ്കിൽ അത് പറയണം. പിന്നെ നമുക്ക് മെയിനായിട്ട് സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് കാണിച്ചിരുന്ന വയറിങ്ങുമായി ബന്ധപ്പെട്ട കംപ്ലൈൻറ്റാണ് ഇപ്പോൾ നമുക്ക് കാണിച്ചത്. പക്ഷേ അത് മാത്രമല്ല വണ്ടിക്ക് പ്രോബ്ലം. ഓയിൽ കത്തണുണ്ട്. ഓയിൽ കത്തണേൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട് വണ്ടിക്ക്. നമുക്ക് വണ്ടി കറക്റ്റ് ഐഡലിങ് സ്ലോ സ്പീഡിലൊന്നും കൃത്യമായിട്ട് നിൽക്കില്ല. അത് മെയിനായിട്ട് കാണിക്കുന്ന കംപ്ലൈൻറ്റ് എന്ന് വെച്ചാൽ ഹെഡിനകത്ത് കരി കത്തണേൻ്റെ പ്രോബ്ലമാണത്. വാൽവിൽ കരി വരുമ്പോഴാണ് കംപ്രഷൻ കിട്ടായി വണ്ടി ഓഫായി പോകുന്ന കംപ്ലൈൻറ്റൊക്കെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിലവിൽ അത്യാവശ്യം വേറെ മെയിൻ്റനൻസുകളുണ്ട്. എങ്കിൽ കൂടി നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന വർക്കാണ് നമ്മളിപ്പോൾ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് ഏകദേശം നമുക്ക് എത്ര ചിലവ് വരും നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ പറയാം. എസ്റ്റിമേറ്റ് ആക്കണേക്കാളും മുമ്പ് നമുക്ക് ആ ഇൻഡിക്കേറ്റർ എന്തെങ്കിലും ചെയ്യണമെന്നുള്ള സുഖം നോക്കിയിട്ടൊന്ന് പറയണം. ഇൻഡിക്കേറ്ററും അതിൻ്റെ ഫ്ലാഷറും ബസർ യൂണിറ്റ്, അതേപോലെ തന്നെ ഈ സൈഡ് നമുക്ക് ഈ സ്വിച്ചൊക്കെ ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ട് ഇവിടുത്തെ. ഇത് പാസിങ്ങിൻ്റെ സ്വിച്ചാണ്. തൽക്കാലം വർക്കിംഗ് ആക്കി ചാൻസും ക്ലച്ചിൻ്റെ ബ്രേക്ക് മറ്റേ ഗിയറിലിട്ടിട്ട് വണ്ടി സെൽഫ് അടിക്കാൻ നേരത്ത് ഓൾറെഡി ഗിയറിലിട്ടാലും ത്രൂ ഔട്ട് സെൽഫാണ്. ക്ലച്ച് പിടിക്കുന്നേക്കാളും തന്നെ സെൽഫൊക്കെ അടിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. അപ്പോൾ ആ സ്വിച്ചിൻ്റെ കംപ്ലൈൻ്റ് ആണത് കേട്ടോ. ആ സ്വിച്ചും ഈ ലിവറൊക്കെ അത്യാവശ്യം നല്ല പ്ലേ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ലിവറും മാറ്റി സ്വിച്ച് മാറ്റിയാലാണ് അത് ക്ലിയർ ആവുള്ളൂ. അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. എങ്ങനെയാണ് നമുക്കത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നോക്കിയിട്ട് അപ്പോൾ അതനുസരിച്ച് ഒരു എസ്റ്റിമേറ്റ് ഞാൻ റെഡിയാക്കിയിട്ട് പറയാം എത്ര കോസ്റ്റ് വരും എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ.